എന്നാലും നീ കുഞ്ഞി കളിച്ചോണ്ടിരിക്കല്ലേ, വേഗം എടുത്തു കളി. ഒരാളെ ഫോട്ടോ വീഡിയോ ഒന്നുകൂടെ എടുക്കാവോ? എടുത്തതാ ഈ പൂ കിട്ടണം. എന്നാ എടുക്കുന്ന വീഡിയോ ആണോ? വീഡിയോ ഫോട്ടോ എടുക്കണേ. ഫോട്ടോയാണ് വേണ്ടേ? ഹലോ ഡിയേഴ്സ്, ഐ എം മേക്കപ്പ് ആർട്ടിസ്റ്റ് ദിവ്യ ബ്രിൻഡോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഓണത്തിനിടാൻ പറ്റിയ സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള കുറച്ച് കുർത്തീസും അവയ്ക്ക് ചേർന്ന ഓർണമെൻറ്റ് സെറ്റിങ്ങുമാണ് നമ്മളിന്ന് ചെയ്യുന്നത്. നമ്മുടെ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രസ്സ് എല്ലാം നമ്മൾ എടുത്തിരിക്കുന്നത് പുളിമൂട്ടിൽ സിൽക്ക് ഹൗസ് തൊടുപുഴയിൽ നിന്നാണ്. അപ്പോൾ അതിന് ചേരുന്ന ഓർണമെൻറ്റ്സ് എനിക്ക് കിട്ടിയിട്ട് അവയെല്ലാം നമ്മൾ സൈറ ബ്രൈഡൽ ഹബ് തൊടുപുഴയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ലുക്ക് സിമ്പിളായിട്ട് നമുക്കൊന്ന് ചെയ്യാം. അപ്പോൾ ഇന്ന് ഭയങ്കര ഒരു ഹെവി മേക്കപ്പ് ഒന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഫസ്റ്റ് നമ്മൾ ഹ്യൂഡ ബ്യൂട്ടിയുടെ ഒരു കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. അത് ജസ്റ്റ് നമ്മുടെ ഡാർക്ക് സർക്കിളും അതുപോലെ ഡാർക്ക് സ്പോട്ടും ഒക്കെ കവർ ചെയ്യാൻ മാത്രമാണ് ഞാനത് യൂസ് ചെയ്യുന്നത്. വേറെ അധികം ഫൗണ്ടേഷനോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. എന്നിട്ട് അതിന് ശേഷം ഈ കൺസീലർ നമ്മൾ ഹ്യൂഡ ബ്യൂട്ടിയുടെ സെറ്റിംഗ് പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുവാണ്. ദെൻ നമ്മൾ ചാർലറ്റ് ടിൽബറിയുടെ എയർ ബ്രഷ് സെറ്റിംഗ് സ്പ്രേ ആണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം മാക്കിൻ്റെ ലിപ് പ്രൈമർ യൂസ് ചെയ്യുകയാണ്. ദെൻ മാക്കിൻ്റെ ലിപ് ലൈനർ യൂസ് ചെയ്ത് നമ്മൾ ലിപ്സ് നന്നായിട്ട് ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം സെഫോറയുടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്, ഒരു ബ്രൗൺ ഷെയ്ഡാണ്, അത് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. ദെൻ നമ്മൾ ഹ്യൂഡ ബ്യൂട്ടിയുടെ ലിപ് ഗ്ലോസ് ആണ് യൂസ് ചെയ്യുന്നത്. ഒരു തിളക്കത്തിന് വേണ്ടിയാണ് കേട്ടോ ഇത്. എനിക്ക് അത്ര മാറ്റ് ലുക്ക് ചേരില്ല. അതിനുശേഷം നമ്മൾ മാക്കിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ഷെയ്ഡ് വെച്ചിട്ട് ആ ബ്രൗണിൻ്റെ ഇൻറ്റൻസിറ്റി ഒന്ന് കൂട്ടിക്കൊടുക്കണം. അപ്പോൾ അതേ ലിപ്പ് കഴിഞ്ഞു. നമ്മൾ ലിപ്പ് കഴിഞ്ഞിട്ട് ഇന്ന് ഐസ് ചെയ്യാമെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ ലിപ്സ്റ്റിക്ക് നല്ല ഹെവി കളറാണ്. അപ്പോൾ ഐ മേക്കപ്പ് അധികം കൂടി പോകാൻ പാടില്ല. നമ്മൾ അനസ്താഷ്യയുടെ ഒരു ബ്രൗൺ കളറാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ദെൻ ഒരു ഐ പെൻ വെച്ചിട്ട് നമ്മൾ ഡ്രോ ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു ടെയിൽ മാത്രമാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഓൾ ഐ നമ്മൾ ഡ്രോ ചെയ്ത് കൊടുക്കുന്നില്ല. ദെൻ ലാഷസ് ഫിക്സ് ചെയ്യുന്നു. അതിനുശേഷം പാക്കിൻ്റെ ഐബ്രോ ജെല്ല് ഐബ്രോസിൻ്റെ ആ ടിപ്പിൽ മാത്രം ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നു, ഫുൾ വരയ്ക്കുന്നില്ല. ദെൻ സെഫോറയുടെ ഒരു ലിപ് ഷെയ്ഡ് വെച്ചിട്ട് നമ്മൾ ചീക്ക് ടിൻ്റായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സെഫോറയുടെ ലിപ്സ്റ്റിക്ക്. സോ എനിക്ക് ബ്ലഷായിട്ടും ലിപ്സ്റ്റിക്കായിട്ടും ഒക്കെ ഇത് മതി. നമ്മുടെ ലുക്ക് ഇതേ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ ലുക്ക് കേട്ടോ. വളരെ മിനിമലായിട്ട് അതുപോലെ വളരെ കുറച്ച് നേരം കൊണ്ടാണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത്. ദെൻ നമ്മളിതേ ജുവലറീസ് ഇതിന് ചേർന്ന് ഇട്ട് കൊടുക്കുകയാണ്. എന്ത് രസമുള്ള ജുവലറീസാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമ്മൾ സൈറയിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഞാൻ 2 ടൈപ്പ് വള മേടിച്ചു കേട്ടോ. എന്നിട്ട് അത് മിക്സ് ചെയ്ത് ചെയ്യുവാണ്. ഫസ്റ്റ് നമ്മൾ ഗോൾഡിനും അതുപോലെ തന്നെ ആ ഒരു ജുമുക്ക ഞാത്തുള്ള വളയും കൂടെ മേടിച്ചിട്ട് നമ്മൾ ഫ്യൂഷൻ ചെയ്ത് കൊടുക്കുകയാണ് ഓർണമെൻറ്റ്സ് ആയിട്ട്. ഇങ്ങനെ നമ്മൾ പുതിയ പരീക്ഷണങ്ങൾ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലുക്ക് കിട്ടും കേട്ടോ. ഭയങ്കര രസമാണ് അത് കാണാനായിട്ട്. ഞാൻ മിക്ക ലുക്കിലും തന്നെ ഇങ്ങനെ മിക്സ് ചെയ്താണ് വളകളൊക്കെ എടുക്കാറുള്ളത്. അപ്പോൾ ഈ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എസ്പെഷ്യലി സാരി ഉടുക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഏറ്റവും പറ്റിയ ലുക്കാണ് ചുരിദാർ. നമുക്ക് എടുക്കാനും നടക്കാനും എല്ലാം വളരെ ഈസിയാണ്. എസ്പെഷ്യലി കുട്ടികളുള്ളവർക്ക്, അല്ലെങ്കിൽ സാരി ഉടുക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക്, അല്ലെങ്കിൽ ടൂ മച്ച് ബിസി ആയിട്ടുള്ള ആളുകൾക്ക്, എപ്പോഴും ഓടി നടക്കേണ്ട ആളുകൾക്കൊക്കെ എപ്പോഴും നമുക്ക് ഓണാഘോഷമാണെന്ന് പറഞ്ഞ് നമുക്ക് സാരി ഉടുക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെയുള്ളവർക്ക് ചുരിദാർ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു വേഷമാണ് കേട്ടോ. ഞാൻ ഭയങ്കര കംഫർട്ടാണ് ചുരിദാർ ഇടുമ്പോൾ. സാരി എനിക്ക് ഉടുത്ത് മറ്റുള്ളവർ ഉടുത്ത് കാണാനൊക്കെ ഇഷ്ടമാണ്. ഞാൻ പേഴ്സണലി എനിക്ക് സാരി ഉടുത്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ച് എടുക്കാനും നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. എന്നാലും എനിക്ക് സാരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചുരിദാർ നമ്മൾ എടുത്തിരിക്കുന്നത് പുളിമൂട്ടിൽ സിൽക്ക് ഹൗസ് തൊടുപുഴയിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു മോഡൽ ഡ്രസ്സ് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ അവരുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ഔട്ട്ലുക്ക് വരുന്ന ആ ഒരു വളകളും ആ ഒരു ചുരിദാറും എല്ലാം ആയിട്ട് ഭയങ്കര മാച്ചാണ്. ഇനി അടുത്ത ഒരു ചുരിദാർ ലുക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് ലിപ് ഷെയ്ഡ് നമ്മൾ മാറ്റിയിട്ടു. ഇത് സെഫോറയുടെ തന്നെ ഒരു ഓറഞ്ച് ടിൻ്റ് കൂടിയ ഒരു ലിപ്സ്റ്റിക്കാണ്. നമ്മൾ ഈ ഒരു ചുരിദാറിന് അങ്ങനത്തെ ഒരു ഷെയ്ഡായിരിക്കും ആപ്റ്റ് എന്ന് തോന്നിയിട്ടാണ് ഞാൻ മാറ്റിയിട്ടത്. അപ്പോൾ ഇതിന് ചേരുന്ന വളയും അതുപോലെ കമ്മലും ഒക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. ഞാൻ ഈ ഒരു ചുരിദാർ ഇടാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം നമുക്ക് കിട്ടിയ ചുരിദാറിൻ്റെ ഒരു കളർ കണ്ടു എന്ത് രസമാണ്. അതുപോലെ കമ്മലും വളയും എല്ലാം അതിന് ചേർന്ന ഒരു പ്രത്യേക കളറിൽ നല്ല രസമായിട്ട് നമുക്ക് കിട്ടി. ഫസ്റ്റ് നമ്മളിട്ട ബ്രൗൺ അല്ലെങ്കിൽ ആ ഒരു പർപ്പിൾ കളർ വളയുടെ ഒരു സെയിം പാറ്റേൺ ആണ്. ഇത് കളർ വേറെ ആണെന്നുള്ളൂ. പക്ഷെ ഭയങ്കര രസമാണ് കേട്ടോ, ഭയങ്കര രസമാണ്. ഇത്രയും ഭംഗിയുള്ളൊരു ഈ ഒരു വള ഞാൻ അടുത്തെങ്ങും
കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ലുക്ക്. അപ്പോൾ ഈ ചുരിദാറിന് ഇതിൻ്റെതായ ഒരു ഭംഗിയുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് അതിൻ്റെ ബോട്ടം കാണാൻ ഭയങ്കര രസമാണ്. ഭയങ്കര ലൂസ് ബോട്ടമാണ്. പേഴ്സണലി എനിക്ക് ഇങ്ങനത്തെ ബോട്ടം ആൻഡ് ചുരിദാറൊക്കെ ഇടുമ്പോൾ ഞാൻ ഭയങ്കര കംഫർട്ടാണ് കേട്ടോ. അതുപോലെ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ കോട്ടൺ മെറ്റീരിയലിൽ തന്നെ അടിപൊളി ഡ്രസ്സാണ് കേട്ടോ ഇത് ചെയ്ത് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ചിലർക്ക് അധികം കളേഴ്സൊന്നും ഭയങ്കര ബ്രൈറ്റ് കളേഴ്സൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്, പേസ്റ്റൽ ഷെയ്ഡ്സ് ഇഷ്ടമുള്ളവരുണ്ട്. അവർക്ക് ഇത് എന്തുകൊണ്ടും ആപ്റ്റാണ് കേട്ടോ. അപ്പോൾ വള കണ്ട് എന്തൊരു ഭംഗിയാണ് അത് കാണാനായിട്ട്. നോക്കി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് തേർഡ് ലുക്കിലേക്ക് പോകാം. തേർഡ് ചുരിദാർ വന്നിട്ട് ഇതിൽ കുറച്ച് ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമാണ്. ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ചേരുന്ന ഒരു ജുമുക്ക കമ്മലും അതുപോലെ തന്നെ കുറച്ച് വളകളുമാണ് ഞാൻ ഇതിന് മാച്ചായിട്ട് കൊടുക്കുന്നത്. പച്ച കളർ കണ്ട് എന്ത് രസമാണെന്ന്. അപ്പോൾ ഇതിന് ചേരുന്ന ഒരു പൊട്ടും കൂടെ ഉണ്ടെങ്കിൽ സ്റ്റൈലായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ഒരു പൊട്ടും കൂടെ കുത്തി. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രസ്സ് ചൂസ് ചെയ്യുമ്പോൾ അത് കോസ്റ്റ്ലി ആയിക്കോട്ടെ, അതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നമ്മൾ അതിന് ആക്സസറീസ് ചൂസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ഇതെല്ലാം കൂടി വരുമ്പോഴാണ് ഒരു ബെസ്റ്റ് ഔട്ട് നമുക്ക് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.